നമ്മളിവിടെ പറശ്ശിനിക്കടവിൽ വന്നപ്പോ കണ്ടതാട്ടോ നമ്മുടെ. നമസ്കാരം, അരുണാണ്. കൂടെ സുമിയുണ്ട്. മലാവി ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ കേരള പര്യടനം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞങ്ങളുള്ളത് മുത്തപ്പൻകാവിലാണുള്ളത്. അപ്പോൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻകാവിലാണുള്ളത്. അപ്പോൾ കണ്ണൂരൊക്കെ വന്നു കഴിഞ്ഞാൽ പറശ്ശിനിക്കടവിൽ വരാതെ പോകാൻ പറ്റില്ല. ഒരു മതേതരത്വത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയൊക്കെ കഥ വിളിച്ചു പറയുന്നൊരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ മുത്തപ്പൻകാവ്. ഏത് അമ്പലത്തിൽ പോയാലും ഇവിടെ വരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം വേറെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എന്തായാലും കയറാൻ വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണുള്ളത്. ഇപ്പോൾ ഏകദേശം 6-7 മണി ആകാനായി. അപ്പോൾ ഞങ്ങൾ കുറച്ച് എഡിറ്റിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്, അതെല്ലാം കഴിഞ്ഞു. നേരെ അമ്പലത്തിൽ പോയി തൊഴാം. എന്നിട്ട് പറ്റിയ രാവിലെയും തൊഴണം. രാവിലെ തൊഴുതിട്ട് ഇവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത് ഞങ്ങൾ. അപ്പോൾ എന്തായാലും വൈകുന്നേരത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ? അതെ, അപ്പൊ വൈകുന്നേരത്തെ കാഴ്ചകൾ കണ്ടിട്ട് പിന്നെ നമുക്ക് രാവിലത്തെ കാഴ്ചകൾ കാണാം. കാരണം ഇരുട്ടായി പോയി, അതുകൊണ്ട് നമുക്ക് അത്ര പെർഫെക്റ്റ്ലി കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്നാലും കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ കഴിച്ചിട്ട് കണ്ടിട്ട് വരാം. പിന്നെ പലപ്പോഴും കുറെ ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ഫോൺ ചെയ്തിട്ടുണ്ടാവും, നിർത്താതെ ഫോൺ റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ കണ്ടിട്ട് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുന്നത് കണ്ടിട്ട് കുറെ പേര് അതിൽ നമ്പർ കോൺടാക്ട് ചെയ്തു. അപ്പം ചില ആൾക്കാർ കുറച്ച് ദൂരം ഉണ്ടാവുള്ളൂ. ഞങ്ങൾ 3-4 കിലോമീറ്ററൊക്കെ ഉള്ളെങ്കിൽ ഞങ്ങൾ ചേച്ചിമാരൊക്കെയാണ് അമ്മമാരൊക്കെയാണ് വിളിക്കുന്നത്. ഞങ്ങൾ പോയി കാണുകയൊക്കെ ചെയ്യും കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചില ആൾക്കാർ കുറച്ച് ദൂരമായിരിക്കും. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ ലേറ്റ് ആവും. അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ വരാത്തത്. നിങ്ങൾ ക്ഷമിക്കണം. മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങളെ കാണാൻ വേണ്ടി. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇപ്പോൾ പറശ്ശിനിക്കടവിലാണുള്ളത്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഇന്നൊരു ദിവസം അവിടെ നിൽക്കും. ഞങ്ങളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ആരൊക്കെയൊക്കെ വീഡിയോയിലൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വണ്ടി തരം കിടന്ന് കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ. അപ്പോൾ ഞങ്ങളിവിടെ റൂമിൽ കുറച്ച് നേരമായി. ഞങ്ങൾ വീഡിയോ എഡിറ്റിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. നെറ്റ്വർക്കിന് ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതൊക്കെ പരിഹരിച്ച് എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി വലിച്ചു കിട്ടുന്നില്ല. അപ്പോൾ നേരെ മുത്തപ്പൻകാവിലേക്ക് പോവാം. അപ്പോൾ നമ്മള് അറക്കലിന് ഇറങ്ങിയിട്ട് നമ്മളിപ്പോ പോകുന്നത് പറശ്ശിനിക്കടവിലേക്കാണ്. മതേതരത്തിന്റെ ഒരു പ്രതീകമായിട്ടുള്ള നമ്മുടെ ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ പോണ വഴിക്കുള്ള കണ്ടൽക്കാടുകളാണ്, സംരക്ഷിത കണ്ടൽക്കാടുകളാണ് ഇതെല്ലാം. അപ്പൊ നമ്മള് പറശ്ശിനിക്കടവിലേക്ക് പോണ വഴിയാണ്. അപ്പൊ ഈ പാലം വളപട്ടണം പാലാണ് കേട്ടോ, വളപട്ടണം പുഴ ആണത്. ഫുള്ള് തെങ്ങാട്ടോ, വലിയ പാലാണ് കേട്ടോ. ഇത്രയും ദൂരമുള്ള അവിടെ പറശ്ശിനിക്കട ടെമ്പിൾ ഉണ്ട് കേട്ടോ, അത്ര കാണില്ല. പറശ്ശിനിക്കടവ് എത്താനായിട്ടോ ഇവിടെ ആയിട്ടാണ് വെച്ചാൽ കാണില്ല. നമ്മുടെ ഗ്ലാസ് കൂടെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴേ ഗ്ലാസ്സിലൊക്കെ പൊടി വാറിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഡ്രൈവിംഗ് അല്ലേ, അപ്പൊ അതുകൊണ്ട് ചില സ്ഥലത്തൊന്നും എത്തുമ്പോൾ നമുക്ക് അത്ര ക്ലിയറിൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറശ്ശിനിക്കടവ് അമ്പലത്തിന്റെ സൂം ചെയ്യാൻ നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ മുത്തപ്പൻകാവിൽ വന്നിട്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പോയി ഒന്ന് തൊഴുത്തിട്ട് വരാം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വീഡിയോഗ്രാഫി ഒന്നും അനുവദിക്കുന്നതല്ല കേട്ടോ. അതുകൊണ്ട് ഉള്ളിലേക്കുള്ള ഫോട്ടോസൊന്നും നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് ഒക്കെ ഇറങ്ങി ഇപ്പോൾ പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വീഡിയോഗ്രാഫി ഒന്നും പറ്റത്തില്ല കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് പുറത്തുനിന്ന് മാത്രം എടുക്കാനുള്ള ഒരു ഇതുള്ളൂ. ഇത്രയും വലിയ ഈ ഒരു കവാടം കടന്ന് ഉള്ളിലേക്കാണ് നമ്മുടെ മുത്തപ്പനെ കാണാൻ വേണ്ടി പോവുക. എന്താ പറയുക, മതത്തിൻ്റെ ഒരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല. എല്ലാ മതക്കാർക്കും വന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന അമ്പലമാണ്. അന്നേരം എല്ലാവരും ഈ ഒരു കുളമല്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇറങ്ങി കാലൊന്ന് കഴുകിയിട്ടായിട്ട് അമ്പലത്തേക്ക് പോവാറ്. അതൊരു പ്രത്യേക സുഖമാണ് കേട്ടോ. പിന്നെ ഇവിടെ കൂട്ടുപോരുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കാൻ കേട്ടോ. നമ്മളിങ്ങനെ കുറേ നടന്ന് പോകണം ക്യൂ നിൽക്കാൻ, അല്ല ഭക്ഷണം കഴിക്കാൻ.
അപ്പോൾ ഞാൻ വേറെ വഴിയിലും അരുണേട്ടൻ വേറെ വഴിയിലും ഉണ്ട്, അതായത് വേറെ വേറെ ക്യൂവിലാണ്. ഉള്ളിൽ ചെന്നപ്പോൾ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കറികളൊന്നുമില്ല, ചോറും നല്ല പരിപ്പിട്ട് നല്ല അടിപൊളി സാമ്പാർ എന്ന് പറഞ്ഞാൽ പ്രത്യേകത സാമ്പാർ, അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മറന്നുപോയി. അപ്പോൾ അത് നല്ലൊരു ഫുഡായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഫുള്ള് കടകളാണ് കേട്ടോ. ഞാനിങ്ങനെ എല്ലാം നോക്കി ഇങ്ങനെ വീഡിയോ എടുക്കുന്നു, അരുണേട്ടനോട് ഇങ്ങനെ നമുക്ക് ഓരോ സാധനങ്ങൾ വാങ്ങില്ലേ എന്നൊക്കെ ചോദിച്ചങ്ങനെ നിൽക്കാണ് കേട്ടോ. അപ്പം എന്തായാലും അടിപൊളിയായിരുന്നേ. അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ മുത്തപ്പൻകാവിലൊക്കെ പോയി പ്രാർത്ഥിച്ച് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ വീണ്ടും ഒന്ന് മുത്തപ്പനെ കണ്ട് തൊഴുതിട്ട് നേരെ നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ മുത്തപ്പൻകാവിലേക്ക് വീണ്ടും വന്നേക്കാണ് കേട്ടോ. അപ്പോൾ മുത്തപ്പൻകാവ് പറശ്ശിനിക്കടവ് എന്നൊക്കെ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാവുന്നതാണ്. ഞങ്ങളെപ്പോഴും മുത്തപ്പൻകാവ് എന്നാട്ടോ പെട്ടെന്ന് പറയാറുള്ളത്. അങ്ങനെ രാവിലെ വന്നപ്പോൾ ഞാനും കാലൊക്കെ ഒന്ന് കഴുകി, ഞാനും അരുണേട്ടനും കാലൊക്കെ കഴുകി മുത്തപ്പൻകാവിൽ തൊഴാൻ വേണ്ടി പോകാൻ കേട്ടോ. ഒരുപാട് തിരക്കുണ്ടേ അവിടെ, എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാർ വരാറുണ്ട്. അതുപോലെ ആർക്കും വന്ന് പ്രാർത്ഥിക്കാട്ടോ മുത്തപ്പനെ. പറശ്ശിനിക്കടവ് വന്ന് തൊഴുത് എല്ലാം കണ്ട് പ്രാർത്ഥിച്ച് നമ്മളെ തിരിച്ച് പോകാൻ കേട്ടോ. അപ്പോൾ ഇനി നേരെ തലശ്ശേരിയിൽ നമ്മളൊരു ലൊക്കേഷൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവിടേക്ക് എത്താൻ പറ്റുകയാണെങ്കിൽ അങ്ങോട്ട് പോകും, ഇല്ലെങ്കിൽ നേരെ നമ്മൾ കോഴിക്കോട് പോകാൻ കേട്ടോ. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. പിന്നെ ഇവിടുത്തെ പ്രത്യേകതയായിട്ട് എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടെ കിട്ടുന്ന പുഴുങ്ങിയ കടലപ്പൊടി, പുഴുങ്ങിയ പയർ, അതിൻ്റെ കൂട്ടത്തിൽ തേങ്ങാക്കൊത്തും ഉണ്ടാകും. പിന്നെ ഒരു ഗ്ലാസ് പാൽച്ചായ ഉണ്ടാവും കേട്ടോ. അത് ആര് വന്നാലും എത്ര ആൾക്കാർ വന്നാലും അത് അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ അത് അവിടുത്തെ പ്രത്യേകതയാണ്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ ഇവിടുന്ന് ഒരു 2 കമ്മലൊക്കെ മേടിച്ചു. കുറച്ച് വലിപ്പമുള്ള 2 കമ്മലായിട്ട് മേടിച്ചത്, നമ്മൾ സാരിക്കൊക്കെ ഇടാൻ പറ്റുന്ന. അങ്ങനെ അവിടുന്ന് കമ്മലൊക്കെ മേടിച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടക്കുവാണ്. അപ്പം നമ്മളിവിടെ പറശ്ശിനിക്കടവിൽ വന്നപ്പോൾ കണ്ടതാട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്, ചേച്ചിമാരൊക്കെ. ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. ഞങ്ങൾ മുത്തപ്പൻകാവിന്ന്, അതായത് നമ്മുടെ പറശ്ശിനിക്കടവിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം അതിന് മുന്നേ ആരുടെ വണ്ടിയിൽ ഓയിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് നീലിയാർകോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ. അവിടെ എത്തിയിട്ട് വിശേഷങ്ങളൊക്കെ കാണാം. അപ്പം ഞങ്ങൾ പറശ്ശിനിക്കടവിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നീലിയാർകോട്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തൊരു 5 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മളെ കൂടെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരു ചേട്ടനുണ്ട്, കാറിലല്ല പുറത്തുനിന്ന് നമുക്ക് വഴി കാണിച്ചു തരാൻ. പിന്നെ നമ്മൾ മാപ്പിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ പോവല്ലായിരുന്നു ചേട്ടാ. അപ്പം ഇനി പോണ വഴിക്ക് ഇങ്ങനെ കാണാം. കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസ്. അപ്പോൾ ഈ മുന്നിൽ പോകുന്ന സ്കൂട്ടിയിലുള്ള ചേട്ടനായിട്ട് നമുക്ക് വഴി കാണിച്ചിരുന്നത്. ചേട്ടനാണ് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട് എന്നുള്ളത്. കാണാൻ നല്ല രസമാണ്, ഒരു നല്ല അടിപൊളി ഒരു കാവാണെന്നൊക്കെ. കണ്ണൂർ സർവകലാശാല
അങ്ങോട്ടേക്കാണ്. ഇതാണ് തോന്നുന്നു ക്യാമ്പസ് കേട്ടോ. Take the next right onto Neeliyarkottam crossing, then you will arrive at your destination. നമ്മൾ നീലിയാർകോട്ടത്തിലേക്ക് എത്തി. ഇവിടെ ബോർഡ് കണ്ടോ, മാങ്ങാട്ടുപറമ്പ ശ്രീ നീലിയാർകോട്ടം. തെയ്യമൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ അത്. അപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു കാവിലേക്കാണ് കേട്ടോ. കാവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഒരുപാട് മരങ്ങളും ചെടികളും പുല്ലും അങ്ങനെ എല്ലാം കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു തിങ്ങി നിൽക്കുക എന്ന് പറയില്ല, അങ്ങനെ നിൽക്കുന്ന ഒരു ഇതാണ് കാവ് എന്ന് പറയുന്നത്. ഒരു ആവാസ വ്യവസ്ഥ, അതായത് ആവാസ വ്യവസ്ഥ നിലനിർത്തുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ. ഒരുപാട് പക്ഷികളും മൃഗങ്ങൾ പറഞ്ഞാൽ വന്യമൃഗങ്ങളല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷികളും ചെറിയ ചെറിയ ജന്തുക്കളും അങ്ങനെ എല്ലാം കൊണ്ടും സമൃദ്ധമായിട്ടുള്ള നല്ല തണുപ്പുള്ള എന്നാൽ ഒരു കാടിൻ്റെ ഒരു പ്രതീതി, അതായത് ആ ഒരു ഫീൽ വരുന്ന ഒരു സ്ഥലമാണ് കാവ് എന്ന് പറയുന്നത്. കാവിൽ പിന്നെ പല ഭാഗങ്ങളിലും ആരാധനകളും ആചാരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ താഴത്തേക്ക് ഇറങ്ങി പോകുന്നത് ഒരു കിണർ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ നീലിയാർകോട്ടം എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ ഒരു കിണർ താഴെ ഉണ്ട്, നല്ല വെള്ളമൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. പോകുന്ന പടവുകളെല്ലാം വെട്ടുകല്ലുണ്ടല്ലോ, വെട്ടുകല്ലും കൊണ്ടുള്ള പടവുകളാണ്. നല്ല തണുപ്പാട്ടോ. നമ്മളതിൽ ചെരുപ്പില്ലാതെ നടക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു തണുപ്പും കുളിർമയൊക്കെ അനുഭവപ്പെടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, അത് കാട് പോലെ കിടക്കുകയാണ്. എല്ലാ ചെടികളും വളർന്ന് പന്തലിച്ച് ഭയങ്കര പച്ചപ്പാണ്. നല്ല ശുദ്ധവായു നമുക്ക് കിട്ടുന്നത് ഈ കാവുകളിൽ നിന്നൊക്കെയാണ് കേട്ടോ. നമ്മൾ പണ്ട് പഠിച്ച സമയത്താണെങ്കിലും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് കാവുകളെ സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും കാവുകൾ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതും എല്ലാം നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കിണറാണ് ഇവിടെ ഉള്ളത്. കാര്യങ്ങളൊക്കെ വന്നത് അല്ലെങ്കിൽ ഫുള്ള് കാടായിരുന്നു. ഒരു കിണറുണ്ട് കേട്ടോ, പണ്ടത്തെ കിണറാണ്. കാടിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇങ്ങനെ നടക്കാം. ഇതാണ് നരിമട. നരിമടയാണ്ടത്. ഇതാണ് നരിമട. ഇവിടെ പുലിജന്മത്തിൽ മുരളി ഇറങ്ങി വരുന്ന സീനൊക്കെ ഉള്ളത് ഇവിടെയാണ്. പുലിജന്മ സിനിമ ചിലപ്പോൾ നാഗവള്ളി എന്ന് പറഞ്ഞിട്ടൊരു വള്ളിയുണ്ട് ഇവിടെ. മീശവള്ളിയാണ്. അതിൻ്റെ വള്ളി ഇങ്ങനെ ചുരുണ്ടിട്ട് മീശ പോലെയാണ് രണ്ടറ്റ്, കൊമ്പ മീശ ചുറ്റി വെക്കുന്ന പോലെ. അത് ഈ വള്ളിയാണ് ഇതിൻ്റെ ഇതിൽ വരുന്ന വള്ളി. ഒരു ചെറിയ നാല് വരി കാണുന്നില്ല. ഡിസംബർ ജനുവരിയിലാണത് കാണുന്നത്. അപ്പുറത്ത് നോക്കിയാൽ പറഞ്ഞു ഇതങ്ങോട്ട് എൻ്റെ വരെ ഉണ്ട്. ഇത് എത്ര ഏക്കർ സ്ഥലം ഉണ്ടാവും? ഈ ആൾമറ ഉണ്ടായിരുന്നില്ല. വലിയൊരു കിണറല്ലേ. ഈ വെള്ളത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല. എല്ലാ ബോർവെല്ലിന് ചുറ്റും വന്നിട്ട് ഈ വെള്ളം ഇങ്ങനെ തന്നെ നിൽക്കും. വലിയ കിണറാ, ഒരുപാട് പടകള് ഒക്കെ ചെങ്കല്ലാണല്ലേ, വെട്ടുകല്ല്. മൊത്തം ചെങ്കല്ല്. നല്ല തെളിഞ്ഞ വെള്ളം. താഴെ നിലം കാണാല്ലേ. പക്ഷെ ആഴമുണ്ട്. താഴേക്ക് പോയാൽ പൊങ്ങി വരാൻ വിഷമായിരിക്കും. 1 2 3 4 പടമുണ്ട്. മുകളോട്ട് പൊങ്ങി വരണമെങ്കിൽ ഇത്തിരി സ്ട്രൈസ് എടുക്കേണ്ടി വരും. നമ്മുടെ ബയോളജി കോഴ്സ് കൂടുതലായി. അപ്പോൾ ഞങ്ങൾ മാങ്ങാട്ടുപറമ്പ് നീലിയാർകോട്ടം എന്നാണ് ഒരു സ്ഥലത്തിന് പറയുന്നത്. ഈ ഒരു അമ്പലമാണ്, ചെറിയ അമ്പലം, തെയ്യം അങ്ങനെ പറയാം. അമ്പലമായിട്ട് വലിയ ബിൽഡിങ്ങുകളൊന്നുമില്ല, പ്രകൃതിയെ സംരക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇവിടേക്ക് ഞങ്ങൾ വരാനുള്ള പ്രധാന കാരണം അതാണ്. മരങ്ങളാൽ ചുറ്റുപറ്റി നിൽക്കുകയും വലിയ ബിൽഡിങ്ങുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. വന്നപ്പോഴും ഒരു പ്രത്യേകം ഒരു നിഗൂഢതയിലേക്ക് നമ്മൾ കയറുന്ന പോലെ തന്നെ. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, പണ്ടത്തെ ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണ് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ മരത്തിൻ്റെ കൊമ്പുകൾ ഒടിച്ചാൽ പോലും ദൈവം കോപിക്കുന്നതാണ് അറിയുക. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ മരങ്ങളും സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തേക്ക് വന്ന മാതിരിയാണ്. അപ്പോൾ ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിലേക്ക് വന്നെത്തിയ പോലെ. അതുകൊണ്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തേക്ക് വരാനുണ്ടായ പ്രധാന കാരണം. നമ്മൾ കാണിക്കുന്ന ഓരോ സ്ഥലങ്ങളും എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും സമൂഹത്തിന് ഉപകാരം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും കാണിക്കാറുള്ളത്. അപ്പോൾ ഇവിടേക്ക് വരാനുണ്ടായ കാരണം എന്ന് പറയുന്നതാണ്, ഇത്രയും ഒരു ബിൽഡിങ്ങുകളും നഗരവും റോഡുകളൊക്കെ ഉള്ള ഒരു
കണ്ണൂരിൻ്റെ സ്ഥലത്ത് ഇങ്ങനെ ഒരു കാവ്, ഈ കാവിനുള്ളിൽ മരങ്ങളും വള്ളികളും ചെടികളും ഒക്കെ ആയിട്ട് മനോഹരമായ ഒരു സ്ഥലം. ആ റോട്ടിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു ക്ലൈമറ്റ് തന്നെ മാറിപ്പോവാണ്. ഇവിടെ ചൂടില്ല, നല്ല തണുപ്പ്, ഒരു പ്രത്യേക കാലാവസ്ഥയിലൊക്കെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ആളുകൾ പല ആവശ്യങ്ങളുമായിട്ട് ഇവിടെ വരുന്നു. ഓരോ വിശ്വാസങ്ങൾ, ആളുകളുടെ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളൊക്കെ ഇവിടെ തുടർന്നു പോകുന്നുണ്ട്. തെയ്യമാണ് പ്രധാനം. തെയ്യങ്ങൾ കണ്ണൂരിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ തെയ്യങ്ങളാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ഞങ്ങൾ തെയ്യം കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, തെയ്യം കണ്ടുപോകണം എന്നുള്ളത്. പക്ഷേ കാണാൻ പറ്റിയില്ല. പിന്നെ രാത്രികളാണ് ഏറ്റവും കൂടുതൽ തെയ്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും തെയ്യം നടക്കുന്നുണ്ടോ ഞങ്ങൾക്കറിയില്ല. അപ്പോൾ വീഡിയോ കാണുമ്പോൾ പലരും ചിലപ്പോൾ പറയുന്നത് തെയ്യം ഉണ്ടായിരുന്നു എന്ന് പറയണ്ടോ. ഞങ്ങൾ പലരെയും നമുക്ക് അറിയുന്ന ആൾക്കാരെ കോൺടാക്ട് ചെയ്തെങ്കിലും തെയ്യം കാണാൻ പറ്റിയില്ല. ഇന്നിവിടെ തെയ്യം ഉണ്ടായില്ല. എന്തോ ഒരു ആചാരത്തിൻ്റെ ഭാഗമോ എന്തോ ആയിട്ട് തെയ്യമൊന്നുമില്ല ഇവിടെ. അപ്പോൾ അത് നമുക്ക് കാണാനും പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഈ ഒരു പ്രകൃതി ആസ്വദിക്കുക, പ്രകൃതിയുടെ ഇടയിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ്. മരങ്ങൾ നട്ടു വളർത്തുക, മരങ്ങളെ സംരക്ഷിക്കുക. അതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ കാവുകളെ സംരക്ഷിച്ചു പോയിരുന്നു. എല്ലാ വീടുകളിലും കാവുകളുണ്ടായിരുന്നു. ഒരു ആവാസ വ്യവസ്ഥ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മരങ്ങൾ. ഇപ്പം നമ്മൾ ആളുകൾ ഇതൊരു കമ്പനികൾ പോലെ ചെയ്യുന്നുണ്ട്. ഇപ്പം കാടുകൾ വെച്ച് പിടിപ്പിക്കുക, ആർട്ടിഫിഷ്യൽ കാടുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം ബാംഗ്ലൂരാണെങ്കിലും ഡൽഹിയിലാണെങ്കിലൊക്കെ ഓരോ സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് ഇപ്പോൾ ഒരു കാട് ഉണ്ടാക്കിയെടുക്കുന്നത്, ഫോറസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ട് കാലത്ത് നമ്മൾ ചെയ്തു പോരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ റീക്രിയേറ്റ് ചെയ്യേണ്ടി വരികയാണ്. സംരക്ഷിച്ച് പോരാത്തതിൻ്റെ ബുദ്ധിമുട്ടാണത്. ഇപ്പോൾ ഇന്ന് ഈ ഒരു ആചാരത്തിൻ്റെ ഭാഗവും ഇത് ഇവിടുന്ന് ഒരു മരം മുറിക്കുകയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കൊമ്പൊടിക്കുകയാണെങ്കിലും ഇവിടുത്തെ ദേവി കോപിക്കും എന്നുള്ള ആ ഒരു ചരിത്രവും അല്ലെ അതിൻ്റെ ഒരു പേടിപ്പെടുത്തലും ഉള്ളതുകൊണ്ട് മനുഷ്യനിത് ചെയ്യാതിരിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇങ്ങനത്തെ കാവുകളും ഇങ്ങനത്തെ ആചാരങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കണം. ഇതുണ്ടെങ്കിലേ ഭൂമിയുള്ളൂ, പ്രകൃതിയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്തുക. ഒരു വട്ടമെങ്കിലും നിങ്ങളിവിടെ വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. ഈ ഒരു പ്രകൃതിയെ അനുഭവിക്കുക. ഇത് നമ്മൾ ഒരു മ്യൂസിയത്തിലോ ഒരു പാർക്കിലോ പോയാൽ കിട്ടുന്നൊരു ഫീലല്ല, ഒരു പ്രത്യേക അനുഭൂതിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനുള്ളിലേക്ക് കയറി നടന്നു പോയപ്പം ആരുമില്ല, ഞങ്ങൾ മാത്രം. ഇതിലൂടെ നടന്നു പോകുന്ന സമയത്ത് ശരിക്കും പേടിപ്പെടുത്തുമായിരുന്നില്ല. ഒരു നിഗൂഢതയോ എന്തൊക്കെയോ, നടക്കണോ വേണ്ടിയോ എന്നുള്ള പേടിയൊക്കെ തോന്നുന്ന പോലെയുള്ള ഒരു കാട്, ഒരു നിഗൂഢ വനം തന്നെ പറയതിന്. വേണ്ടോ ഈ ഒരു ചെടിക്ക് മീശവള്ളി എന്ന് പറയട്ടോ. ഈ ഇലേൻ്റെ ഇതുണ്ടോ ചുവട്ടിലൊരു മീശ പോലൊരു ഒരു ഒരു വള്ളി ഇങ്ങനെ വരുന്നുണ്ട്. അതിനൊരു ക്ലിപ്പ് പോലെ നിൽക്കുന്നുണ്ട്. അതിന് മീശ വള്ളി എന്ന് പറയുന്നു. അപ്പം അങ്ങനെയാണ് ഒരുപാട് വ്യത്യസ്ത തരം മരങ്ങൾ. ഏത് മരമാണെന്ന് അറിയില്ല, തിങ്ങി വളർന്നു നിൽക്കുകയാണ് മരങ്ങൾ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ, ഈ കാവുകൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ എന്താ അറിയോ, മരങ്ങൾ വളരാൻ വേണ്ടി ഒരു പ്രത്യേക രീതിയിൽ നടുകയെ അല്ലെങ്കിൽ ഒന്നും വേണ്ട, വെറുതെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാലും അത് വളരും. അതാണ് ഇവിടുത്തെ കാവുകൾ നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. 63 കിലോമീറ്റർ വേഗതയിൽ ഇവിടെ ഒരു കാറ്റടിച്ചിരുന്നു. ആ കാറ്റടിപ്പോൾ ഇതിന് ചുറ്റുപാടുമുള്ള മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണെങ്കിൽ ഈ കാവിലെ മരങ്ങൾക്കൊന്നും പറ്റിയില്ല. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് തന്നെ ഈ മരങ്ങൾ വളർന്നിരിക്കുന്നതാണ്. ഇത് തിങ്ങി വളർന്നിരിക്കുകയാണ് മരങ്ങൾ. അതുകൊണ്ട് തന്നെ കാറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി മരങ്ങൾ തമ്മിൽ അതുകൊണ്ട് തന്നെ മരങ്ങൾക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ചെടികൾക്കോ ഒന്നും സംഭവിക്കാറില്ല. അതാണ് ഒരു ഇതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. ഇങ്ങനത്തെ സ്ഥലങ്ങൾ വന്ന് കാണണം. എന്നിട്ട് വേണം നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്, മലാവിയിലൊക്കെ നമ്മളൊരു കാട് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ വെറുതെ മരങ്ങളങ്ങ് വെച്ച് പിടിപ്പിക്കണം. ഇതിനൊരു പ്രത്യേക സ്റ്റെപ്പ് ഇടുക അല്ലെങ്കിൽ ഒരു ഇത്ര അകലെന്നൊന്നുമില്ല. പല മരങ്ങൾ പല രീതിയിൽ വള്ളിയും മരങ്ങളും എല്ലാം കൂടിച്ചേർന്ന് വളരുമ്പോഴാണ് ശരിക്കും ഒരു നല്ല കാടുണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് തെയ്യം കെട്ടിയിറങ്ങുന്ന ഇവിടെയാണ്. ഇവിടെയൊക്കെ ഈ ഒരു തറയിലൊക്കെ ഇരുന്നിട്ടായിരിക്കും തെയ്യങ്ങൾ കെട്ടുക. ഇത് വലിയ തെയ്യം കേട്ടോ. വലിയ തെയ്യം എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഇതിൻ്റെ ആ ഒരു തെയ്യം മുടി ഇത്രയും ഹൈറ്റുള്ള തെയ്യമാണ്. എനിക്ക് കാണുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു തെയ്യം കേട്ടോ. ഇത് ഇതിവിടെ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് വെച്ച് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്രയും ഉയരമുള്ള ഇതിനെന്താ പറയുക, മുടി തെയ്യോ? ഒറ്റത്തീറ
അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ശരിക്കും എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വലിയ കാടും ഇതിനുള്ളിൽ കൂടെ പോകുന്നതൊക്കെ ചെറിയ പേടിയുള്ള ആളാണ്. അതായത് കുറച്ച് ഡാർക്കൊക്കെ പേടിയുള്ള ആളാണ്. അപ്പോൾ ഇതിനുള്ളിൽ കൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ചെറിയൊരു ഭയം ഉണ്ടെങ്കിലും കാണാൻ നല്ലൊരു എന്താ പറയുക ക്യൂരിയോസിറ്റി ഉണ്ട്. ഈ വലിയ വലിയ മരങ്ങൾ കുറേ വർഷങ്ങളായിട്ടുള്ള മരങ്ങളാണ്. അതിങ്ങനെ വള്ളിയൊക്കെ പിണഞ്ഞ് ഫുള്ള് എന്താ പറയുക ഒരു മരം വേറൊരു മരത്തിനെ താങ്ങായിട്ട് നിൽക്കുന്ന പോലെ തോന്നും. ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാതെ എല്ലാവരും നല്ല ഗ്രൂപ്പായിട്ട് നിൽക്കണ പോലത്തെ. അതിനുള്ളിൽ വന്നാൽ ഭയങ്കര തണുപ്പും എന്താ പറയുക ഒരു കാമായിട്ട് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം. കാവൊക്കെ എന്താ പറയുക സംരക്ഷിക്കണം എന്ന് പണ്ട് നമ്മൾ പഠിച്ച സമയത്തൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു മഹത്വം എന്താണെന്ന് ഇവിടെ വന്നപ്പോഴാട്ടോ മനസ്സിലാവണത്. എന്തായാലും നല്ലൊരു അടിപൊളി സ്ഥലം. അടിപൊളിയാണ്. നല്ലൊരു ക്ഷേത്രവും വിശ്വാസവും ഒക്കെ കൊണ്ട് നടക്കുന്ന അതിനെ മുറുകെ പിടിക്കുന്ന മനുഷ്യർക്ക് എല്ലാവർക്കും അതിൻ്റെതായ രീതിയിൽ ഭക്തിമാർഗം അതിനെ കാണാം. പോസിറ്റീവ്ലി ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം പ്രകൃതിയെയും ഭൂമിയെയും മണ്ണിനെയൊക്കെ സംരക്ഷിക്കുക എന്നൊരു സന്ദേശം കൂടി ഇവിടെ ഈ ഒരു കാവ് അല്ലെങ്കിൽ ഈ നാട്ടുപറമ്പൻ ശ്രീ നീലിയാർകോട്ട എന്നാണ് കേട്ടോ ഈ ഒരു കാവിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും പേര്. ഇതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അപ്പോൾ മാങ്ങാട്ടുകാവ് ശ്രീ നീലിയാർകോട്ടത്തു നിന്ന് നമ്മൾ തിരിച്ചിനി കോഴിക്കോട് പോവാണ്. അതെ, തെയ്യം കാണണമെന്നുള്ളത് നമ്മുടെ വലിയ ആഗ്രഹം. അതെ, അരുണേട്ട് ഇവിടെ വന്ന സമയം മുതലേ പറയുന്നതായിരുന്നു തെയ്യം കാണണമെന്ന്. പക്ഷെ എന്തോ കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മളിവിടെ ഒരുപാട് ദിവസം സ്റ്റേ ചെയ്യണില്ലല്ലോ, അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്കത് കാണാൻ പറ്റാത്തത്. നിന്നാ കാണാൻ പറ്റൂട്ടോ, നിന്നാ കാണാൻ പറ്റും. ഇനി തിങ്കളാഴ്ച ഉള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത് ഇവിടെ. വള്ളിപ്പടർപ്പുകൾക്കിടയിലൂടെ സൂര്യകിരണങ്ങൾ ഇങ്ങനെ ഭൂമിയിലേക്ക് പതിക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി കേട്ടോ. അപ്പം നമ്മൾ നീലിയാക്കോട്ടത്തു നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം നേരെ പോകുന്നത് ഗുണ്ടേട്ട് ബംഗ്ലാവിക്കാണ്. അവിടെ പണ്ടൊരു സായിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ആ സായിപ്പാണ് നമ്മുടെ അയാൾക്ക് 4 ഭാഷയിലൊക്കെ അറിയായിരുന്നു. നമ്മുടെ മലയാളം, ഇംഗ്ലീഷ്, അങ്ങനെ തമിഴ്, തെലുങ്ക്, അങ്ങനെ 4 ഭാഷകളിൽ പ്രാവീണ്യമുള്ള ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹമാണ് നമ്മുടെ മലയാളം ഡിക്ഷണറി ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ ഒരു ബംഗ്ലാവും കൂടെ ഒന്ന് പെട്ടെന്ന് ആ ബംഗ്ലാവിൽ വെച്ച് തന്നെയാണെന്നാണ് പറയപ്പെടുന്നത് ആദ്യത്തെ നമ്മുടെ പത്രം. ആദ്യത്തെ പത്രമല്ല, പത്രം പ്രിന്റ് ചെയ്തത് അവിടുന്നാണെന്നുള്ളത്. ഏതായാലും നമുക്ക് അവിടെ എത്തിയിട്ട് വിശദ വിവരങ്ങളൊക്കെ പറയാട്ടോ.